റാപ്പിഡ് റെയിലിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രത്തിന് കത്തയച്ചു. റാപ്പിഡ് റെയിലിന്റെ അനുമതിക്കായാണ് കത്തയച്ചത്. DPR തയ്യാറാക്കാനുള്ള ഫണ്ട് കത്തിലൂടെ മുഖ്യമന്ത്രി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി ഷീജ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷീജ, റാപ്പിഡ് റെയിലുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ മുന്നോട്ട് തന്നെയാണ്, ബജറ്റിലടക്കം പ്രഖ്യാപിച്ച കാര്യമാണ്. ഇതിനെതിരെ വലിയ തരത്തിൽ തെറ്റിദ്ധാരണ ജനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പല കോണിൽ നിന്നും ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. എന്താണ് മുഖ്യമന്ത്രി കത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്? പദ്ധതിയുടെ വിഹിതമായി എത്ര രൂപ നൽകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? മറ്റു വിവരങ്ങൾ എന്താണ്? തീർച്ചയായും സുജു, ഏതായാലും കേന്ദ്ര ധനകാര്യ മന്ത്രി മനോഹർ ലാലിനാണ് ഇപ്പോൾ മുഖ്യമന്ത്രി കത്തയച്ചിരിക്കുന്നത്. RRTSുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ അനുമതിക്കായാണ് പ്രധാനമായും ഈ ഒരു കത്തയച്ചിരിക്കുന്നത്. ആ കത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, 2025 സെപ്റ്റംബർ 12 കൊച്ചിയിൽ വെച്ച് നടന്ന അർബൻ കോൺക്ലേവ്, ആ ഒരു അർബൻ കോൺക്ലേവിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പ്രാരംഭമായിട്ട് സർക്കാർ ചെയ്യാൻ ആലോചിക്കുന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. അതിന്റെ തുടർച്ച എന്ന രീതിയിൽ ഇത് മന്ത്രിസഭ 2026 ജനുവരി 28 ചേർന്ന സംസ്ഥാന മന്ത്രിസഭാ യോഗം ഇതിന് തത്വത്തിൽ അംഗീകാരം നൽകുകയും RRTS ഏത് രീതിയിൽ കേരളത്തിന് ഗുണകരമാകും എന്നുള്ള കാര്യം സംബന്ധിച്ച് ഒരു വിശദമായ രീതിയിൽ കാര്യങ്ങൾ സർക്കാർ നിരീക്ഷിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് RRTSുമായി ബന്ധപ്പെട്ട് സർക്കാർ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ചും കൊച്ചി മെട്രോ കൃത്യമായ രീതിയിൽ പ്രവർത്തനക്ഷമമായ രീതിയിൽ തന്നെ മുന്നേറുന്ന ഒരു സാഹചര്യമുണ്ട്. തിരുവനന്തപുരത്തും കോഴിക്കോടും അടക്കം മെട്രോ നിലവിൽ ആലോചിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. അപ്പോൾ ഒരു RRTS നെറ്റ്വർക്ക് അത് ഈ 3 മെട്രോ സംവിധാനങ്ങളെയും യോജിപ്പിക്കുന്ന തരത്തിലും ഒപ്പം തന്നെ വിമാനത്താവളങ്ങളെ തിരുവനന്തപുരം, കൊച്ചി, കണ്ണൂർ, കോഴിക്കോട് എന്നീ വിമാനത്താവളങ്ങളെ ബന്ധിപ്പിക്കുന്ന തരത്തിലും ഒരു അതിവേഗ ഇന്റർസിറ്റി എന്ന രീതിയിലാണ് സർക്കാർ ആലോചിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി ഈ കത്തിൽ പരാമർശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് അതിവേഗ റെയിൽ സേവനങ്ങൾക്ക് കേരളം സ്ഥിരമായി ശക്തമായ ഒരു ആവശ്യം പ്രകടിപ്പിക്കുന്നു എന്നുള്ളതും മുഖ്യമന്ത്രി ഈ കത്തിൽ ഓർമ്മിപ്പിക്കുന്നു. വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസുകൾ അത് രാജ്യത്തെ ഏറ്റവും ഉയർന്ന ഒക്യുപ്പൻസി നിരക്കുകളിൽ ഒന്നാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും മുഖ്യമന്ത്രി കത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അനുമതി അത് നൽകുന്നതിന് വേണ്ടി തന്നെയാണ് ഇപ്പോൾ ഈ ഒരു കത്ത് പ്രധാനമായും മുഖ്യമന്ത്രി അയച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു DPR തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഫണ്ട് അതിനായി അനുവദിക്കണം എന്നുള്ള കാര്യവും മുഖ്യമന്ത്രി ഈ കത്തിൽ ആവശ്യപ്പെടുന്നു. ഇതിൽ വളരെ കൃത്യമായി സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വളരെ മികച്ച രീതിയിൽ പോകുന്നതാണ് കൊച്ചി മെട്രോ. അതോടൊപ്പം തന്നെ കോഴിക്കോട്, തിരുവനന്തപുരം മെട്രോകൾ കൂടി സംസ്ഥാന സർക്കാരിൻ്റെ പരിഗണനയിലാണ്. ഇതിൻ്റെ തുടർച്ചയായി, അതായത് ഈ 3 മെട്രോകളും പ്രാവർത്തികം അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ പോകണമെങ്കിൽ ഒരു RRTS റാപ്പിഡ് റെയിൽ സംവിധാനം വേണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ്, നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വന്ദേ ഭാരത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വന്ദേ ഭാരത് ചില സർവീസുകൾ വെട്ടിക്കുറയ്ക്കാൻ, കാരണം കൃത്യമായ രീതിയിൽ അവിടെ ജനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നില്ല. പക്ഷേ കേരളത്തിൽ വന്ദേ ഭാരത് കൃത്യമായി പ്രയോജനപ്പെടുന്നുണ്ട്. അങ്ങനെ എല്ലാവിധ സാഹചര്യങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി കത്ത് നൽകിയിരിക്കുന്നത്. എല്ലാ തരത്തിലും സംസ്ഥാനത്തിന് ഒരു റാപ്പിഡ് റെയിൽ സിസ്റ്റം ആവശ്യമാണ്. അതുതന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. തീർച്ചയായും സംസ്ഥാനത്തിന് ഇനി വരുന്നാൽ സംസ്ഥാനത്തിന്റെ ഒരു പൊതുവികസനം എന്ന രീതിയിൽ ഏതായാലും റാപ്പിഡ് റെയിലുമായി ബന്ധപ്പെട്ട് അതിൻ്റെ DPR തയ്യാറാക്കുന്നതിനായി ഫണ്ട് നൽകണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര മന്ത്രിക്ക് മുഖ്യമന്ത്രി കത്തയച്ചിരിക്കുന്നു. നിരവധി കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് കേരളത്തിൻ്റെ നിലവിലുള്ള സവിശേഷ വികസന കാഴ്ചപ്പാടുകൾ, വികസനത്തിൻ്റെ ത്വരിതഗതി മനസ്സിലാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാർ കൃത്യമായ നിലപാടെടുക്കണം. നിലവിൽ വലിയ തരത്തിലാണ് കേരളത്തിലെ പൊതുജനങ്ങൾ, കേരളത്തിലെ സമൂഹം, ഭാവി കേരളം ആവശ്യപ്പെടുന്നത് തന്നെ ഒരു റാപ്പിഡ് റെയിലാണ്. ഹൈസ്പീഡ് റെയിലിൻ്റെ ആവശ്യകതയുണ്ട്. ഷിജ പറഞ്ഞ പോലെ തന്നെ തുടരാം. വളരെ കൃത്യമായി തന്നെ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു പ്ലാൻ റാപ്പിഡ് റെയിൽ സിസ്റ്റത്തിലേക്ക് എത്തിച്ചേരുന്നത്? എങ്ങനെയാണ് മെട്രോ റെയിൽ സംവിധാനം എങ്ങനെയാണ് നടപ്പിലാക്കിയത്? ഇനി നടപ്പിലാക്കാൻ പോകുന്ന കോഴിക്കോട്, അതോടൊപ്പം തന്നെ തിരുവനന്തപുരം മെട്രോ റെയിൽ, ഇതിൻ്റെ കണക്ടിവിറ്റി, ഇതെല്ലാം കൂടി വരുമ്പോൾ റാപ്പിഡ് റെയിലിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വളരെ കൃത്യമായി തന്നെ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. തീർച്ചയായും സംസ്ഥാനത്തിന്റെ വരുന്നാളുകളിൽ സംസ്ഥാനത്തിന്റെ വികസനത്തിന് കൂടുതൽ ഉറപ്പ് നൽകുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ RRTSുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോയാൽ ഉണ്ടാവുക എന്നുള്ള കാര്യം തന്നെയാണ് മുഖ്യമന്ത്രി പ്രധാനമായും ഈ ഒരു കത്തിൽ സൂചിപ്പിക്കുന്നത്. ഏത് രീതിയിൽ സംസ്ഥാനത്തിന്റെ വികസനം മാറും എന്നുള്ള കാര്യവും സംസ്ഥാനത്തിന്റെ മുഖം മാറും എന്നുള്ള കാര്യവും ഇതിൽ കൃത്യമായ രീതിയിൽ തന്നെ പ്രതിപാദിക്കുന്നു. ഒരു തരത്തിലും പരിസ്ഥിതിക്ക് ഒരു തരത്തിലും കോട്ടം വരാത്ത രീതിയിൽ ഉള്ള ഒരു വികസനം, അതാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത്. ആ രീതിയിൽ
രീതിയിൽ തന്നെയാണ് RRTS സർക്കാർ വിഭാവനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഒരു RRTS ഇടനാഴിയുടെ പ്രവർത്തനപരവും സാമ്പത്തികപരവുമായ സാധ്യതയിൽ ഞങ്ങൾക്ക് അത് ആത്മവിശ്വാസം നൽകുന്നു എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി സൂചിപ്പിക്കുന്നത്. RRTS പദ്ധതികളുടെ ആസൂത്രണം, അതോടൊപ്പം തന്നെ നടപ്പാക്കൽ, പ്രവർത്തനം എന്നിവയിൽ വൈദഗ്ധ്യമുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തി തന്നെയാണ് അതുമായി മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ചും പരിസ്ഥിതി, സാമൂഹിക പരിഗണനകൾ സംരക്ഷിക്കുന്നതിനൊപ്പം തന്നെ സങ്കീർണമായ അടിസ്ഥാന സൗകര്യ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ കേരളത്തിന്റെ ട്രാക്ക് റെക്കോർഡും സംയോജിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇത് കൃത്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാർ ഉദ്ദേശിക്കുന്ന RRTSുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആവശ്യമായ എല്ലാ അനുമതികളും നൽകണം എന്നുള്ള കാര്യം തന്നെയാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നത്. ശ്രീധരൻ, പാലക്കാട്ട് ഒരു ഹൈസ്പീഡ് റെയിലിന്റെ ഓഫീസ് തുടങ്ങിയ സാഹചര്യം കൂടി പരിശോധിച്ചുകൊണ്ട് ഇതിനെ വിലയിരുത്താം. കാരണം കൃത്യമായി തന്നെ സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്യുന്ന പദ്ധതി എന്താണ് എന്ന് സംബന്ധിച്ച കൃത്യമായ ഒരു ഔദ്യോഗിക വിശദീകരണം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ കൃത്യമായ വ്യക്തത വരുന്നു. എന്താണ് സംസ്ഥാന സർക്കാരിന്റെ റാപ്പിഡ് റെയിൽ അല്ലെങ്കിൽ ഹൈസ്പീഡ് റെയിലിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടെന്ന് സംബന്ധിച്ച്? തീർച്ചയായും സംസ്ഥാന സർക്കാർ എന്താണ് ഈ ഒരു റാപ്പിഡ് റെയിലിലൂടെ വിഭാവനം ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് ഈ കത്തിൽ പ്രധാനമായും പറയുന്നത്. അത് ഈ റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം എന്നുള്ളതാണ് ഈ RRTSന്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത്. അതിലൂടെ സംസ്ഥാനത്ത് ഏത് രീതിയിലാണ് റെയിൽ സംവിധാനത്തിൽ സർക്കാർ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നത്, അത് ഏതൊക്കെ തരത്തിൽ ഗുണകരമാകുന്നു, ഏതൊക്കെ തലത്തിൽ അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ സർക്കാർ വ്യക്തമാക്കുന്നു ഈ കത്തിൽ എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. അതോടൊപ്പം തന്നെ ഇത് വരുന്നത് മൂലം ഉണ്ടാകുന്ന മാറ്റങ്ങൾ എങ്ങനെയായിരിക്കും കേരളത്തിൽ എന്നുള്ള കാര്യവും ഈ കത്തിൽ അടിവരയിട്ട് വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ RRTS എന്നൊരു സംവിധാനം RRTSുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കേന്ദ്രത്തിന് അനുമതിക്കായുള്ള കത്തയച്ചിരിക്കുന്നത്. സിജു.